കീഴടങ്ങൾ തുടരുമോ എന്നതാണ് ചോദ്യം. ആന്റോ വഗാസ്ട്രോ. ഡൽഹി പോലീസ് അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണെന്നറിയോ, പ്രധാനമന്ത്രിക്ക് എതിരെ ഉയർന്ന പോസ്റ്റുകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ പ്ലാറ്റ്ഫോമുകളെ സമീപിച്ചിരിക്കുകയാണ്. എത്രയും വേഗം പ്രധാനമന്ത്രിക്കെതിരെയും BJP സർക്കാരിനെതിരെയും ഇട്ട പോസ്റ്റുകളെല്ലാം വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും ട്വിറ്ററിനൊക്കെ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് നീക്കം ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യം കേട്ടോ. അത് ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസം അങ്ങോട്ട് നീണ്ടുപോയാൽ അപ്പോൾ അതിനകത്ത് ചെറിയ പ്രശ്നം വന്നു. ഈ പാറ്റക്കുട്ടികൾ അതിനേക്കാളും ബുദ്ധിയുള്ള ആൾക്കാരായതുകൊണ്ട് അവരതിനകത്ത് ഉപയോഗിച്ച ഹാഷ്ടാഗുകളെല്ലാം നരേന്ദ്രമോദി നേരത്തെ ഉപയോഗിച്ചിരുന്ന ഹാഷ്ടാഗുകളാണ്. അപ്പം ഈ ഹാഷ്ടാഗ് വെച്ചിട്ടാണ് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഒരെണ്ണം റിമൂവ് ചെയ്യുമ്പോൾ 5 എണ്ണം നരേന്ദ്രമോദി നേരത്തെ പ്രധാനമന്ത്രി നേരത്തെ ഇട്ട പോസ്റ്റുകളും BJP നേരത്തെ ഇട്ട പോസ്റ്റുകളുമാണ് പോകുന്നത്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. നാളെ പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് അറിഞ്ഞിട്ട് അതുകൂടി മുന്നിൽ കണ്ടിട്ടാണ് ഓരോ സാമൂഹിക പോസ്റ്റുകൾ വരെ ഇട്ടിരിക്കുന്നത്. അപ്പം ആ രീതിയിലേക്ക് രാജ്യം എത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇപ്പം ബീഹാറിൽ 450 പേര് പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് പറയുന്നത്. അവരിൽ പല ആൾക്കാരെയും വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് പോലീസും സർക്കാരും പെരുമാറുന്നു എന്നുള്ളതാണ്. 21 FIR ആണ് ബീഹാറിൽ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പം ഇത്രയും ആൾക്കാരെ ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞിരിക്കും. കാരണം ഇന്നലെ തീരുമാനമായതാണ്, സമരം പിൻവലിച്ചതാണ്. അവരോട് ഇപ്പം തന്നെ നിങ്ങൾ പോവാം, കാരണം ഈ പ്രശ്നങ്ങൾ ഇവിടെ നമ്മൾ ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ വിടേണ്ടത്. പല ആൾക്കാരെയും വിട്ടിട്ടില്ല, പല ആൾക്കാരെയും ചോദ്യം ചെയ്യുന്നു, പല ആൾക്കാരെയും നിനക്ക് ഞാൻ കാണിച്ചു തരാം, കുറച്ച് ദിവസം കഴിയട്ടെ, ഇതൊന്ന് ഒതുങ്ങിക്കോട്ടെ എന്നുള്ള ലൈനിൽ പിടിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. പല ആൾക്കാരോടും നോട്ടിട്ട് വെച്ചിരിക്കുകയാണ്, അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ എന്നുള്ളത്. അത് ഇന്ന് CJPക്ക് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് കപിൽ സിബലിനെ അടക്കം കൊണ്ടുവന്നിരുന്നത്. അവർ ക്ലാരിറ്റിയോടുകൂടി കാര്യം പറഞ്ഞത് എന്താണ്, വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ നാളെ തുടങ്ങി സമരത്തിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടാവും എന്നുള്ളതാണ്. ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം എന്നുള്ള നിലയ്ക്ക് അവർ വന്ന് എന്താണ് സർക്കാരിനോട് പറയുകയാണ്, ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് നിങ്ങളോട് പെരുമാറുന്നതും നിങ്ങളെ അഭിമുഖീകരിക്കുന്നതെല്ലാം സർക്കാരിനെ അഭിമുഖീകരിക്കുന്നു. ഞങ്ങൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ ആ രീതിയിലേ പഠിച്ചിട്ടുള്ളൂ, ഞങ്ങളങ്ങനെ. പക്ഷേ നിങ്ങൾക്കതിനകത്ത് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം, അതുകൊണ്ട് നിങ്ങൾ എല്ലായിടത്തും ചെയ്യുന്ന പണി നമ്മുടെ അടുത്ത് എടുക്കണ്ട എന്നുള്ളതാണ്. നാളെ ഒരു ദിവസം കൂടെ സമയമുണ്ട്. സാധാരണ നാളെയും കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, കാരണം ഇന്നലെ വരെ സർക്കാർ പറഞ്ഞ ഒരു വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല. ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒഴിവാക്കി, ബാക്കിയൊന്നും പാലിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അവർ ഇന്ന് തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നു, നാളേക്ക് കൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിലുള്ള തീരുമാനം എടുക്കണം എന്നുള്ളത്. അപ്പം ഈ വൈരാഗ്യ ബുദ്ധിയോടുകൂടി BJP അല്ലെങ്കിൽ BJP സർക്കാരോ പെരുമാറും എന്നുള്ളൊരു ബോധ്യം CJPക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കി സർക്കാർ പെരുമാറും എന്നുള്ളതാണ്. അത് നേരത്തെ മാധു പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ചർച്ച നടത്തേണ്ടത് എന്താണ്? പാർലമെൻറ്റിൽ ചർച്ച നടത്തേണ്ടത് എന്തിനാണ് ഈ വിദ്യാർത്ഥികളെ തല്ലിയത് എന്നുള്ളതാണ്. എന്തിനാണ് AK-47 ഉപയോഗിച്ചത്, എന്തിനാണ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചത്, എന്തിനാണ് മരക്കഷ്ണത്തിൽ ആണിയടിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികളെ തല്ലിയത്, എന്തിനാണ് ഈ നരനാരായിട്ട് നടത്തിയത് എന്നുള്ളതിനൊക്കെ ചർച്ച നടത്തണ്ടേ പാർലമെൻറ്റിൽ? എങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയുള്ളൂ. എന്തിനാണ് ഇങ്ങനെ നടത്താൻ പാടില്ല, ഇങ്ങനെ രീതിയിൽ. അന്ന് സുപ്രീം കോടതി കാര്യത്തോടുകൂടി പറഞ്ഞല്ലോ, ഈ സംശയത്തിന് അതീതമായിരിക്കണം എന്താണ് സീസറിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ മന്ത്രി രാജിവെച്ച സ്ഥലമാണ്. അതിനേക്കാളും വലിയൊരു ഇതാണെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയത്. എന്താണ് പറഞ്ഞത്? അമിത അധികാര പ്രയോഗം പോലീസ് നടത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ അത് നടത്തി എന്നുള്ള ബോധ്യം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ആരാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്? CJP ഉണ്ടാക്കാൻ കാരണക്കാരനായ ആളാണ്. അദ്ദേഹത്തിന് വരെ കാര്യം ബോധ്യമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം മറുപടി പാർലമെൻറ്റിൽ പറയണ്ടേ, അത് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യാതെ അവിടെയാണ് ഈ ബില്ല് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബില്ലിൽ ഇത് വല്ലതും ചർച്ച ചെയ്യുമോ? പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ശക്തമായ വാദപ്രതിവാദങ്ങൾ നാളെ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം അതിനോട് കോൺഗ്രസ് സഹകരിക്കാനും ഇന്ത്യ മുന്നണി സഹകരിക്കാനും തീരുമാനിച്ചതോടുകൂടി ശക്തമായ പ്രതിവാദം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതത്ര ഈസിയായി തീരുന്ന ഒരു സംവിധാനമായി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലൊരു മൂവ്മെൻറ്റിലേക്ക് തുടക്കമായി CJPയുടെ സമരം മാറി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ എത്തനോളിൻ്റെ സമരമായി വരികയാണ്, E20 വരികയാണ്. അരവിന്ദ് കെജ്രിവാൾ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ മുൻനിരയിൽ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേപോലെ തന്നെ കർഷക സംഘടനകൾ ഇറങ്ങുന്നു. അപ്പോൾ ഈ എത്തനോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20% എത്തനോൾ എന്ന് പറയുമ്പോൾ ഈ വെള്ളവും എത്തനോളും കൂടി ചേർന്ന മിശ്രിതമാണ് ഈ പറയുന്ന പെട്രോൾ വണ്ടിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഹൈബ്രിഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. പകുതി വണ്ടിയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെല്ലാം ഒരു 70% വണ്ടികൾ ഹൈബ്രിഡ് വണ്ടികളാണ്. മനസ്സിലായോ? ബാറ്ററിയിൽ ഓടാൻ തുടങ്ങിയിരിക്കുന്നു വണ്ടിയിൽ. ഒരു ബാറ്ററി ചാർജ് ചെയ്താൽ 800-900 കിലോമീറ്റർ ഓടുന്ന രീതിയിലേക്ക് ലോകം മാറുന്നു. ആ സമയത്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എത്തനോളുമായിട്ട് വരികയാണ്. എത്തനോൾ വരുമ്പോൾ എത്രയാണ്,
എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഫാക്ടറികളെ സംബന്ധിച്ച് ഇത് കർഷകനല്ലല്ലോ കിട്ടുന്നത്, ഇത് കിട്ടുന്ന ആർക്കാ? ഫാക്ടറികൾക്കാണ്. ഫാക്ടറികൾ ആരാണ് നോക്കുന്നത്? ഈ കുത്തകകളാണ് ഫാക്ടറികൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കർഷകൻ്റെ കയ്യിൽ നിന്നും ഈ കരിമ്പ് വാങ്ങി പഞ്ചസാര കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ എത്തനോളിലേക്ക് വേണ്ടി മാറുമ്പോൾ പഞ്ചസാരയുടെ വില ഭയങ്കരമായിട്ട് കൂടുകയാണ്. അതാരെയാണ് ബാധിക്കുക? അത് ഇന്ത്യയിലെ കർഷകരെയും പാവപ്പെട്ടവരെയാണ് ബാധിക്കുന്നത്. 45 രൂപയും 50 രൂപയും കൊടുത്തിട്ട് പിന്നെ പഞ്ചസാര വാങ്ങേണ്ട ഒരു സംവിധാനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ഈ പെട്രോൾ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വിദഗ്ധരൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ എത്തനോൾ പ്രോപ്പറായി മെൽറ്റ് ആവാതെ അല്ലെങ്കിൽ പിന്നെ ബ്ലെൻഡ് ആവാതെ ടാങ്കിൻ്റെ അടിവശത്താണ് കിടക്കുന്നത്. അടിയിൽ കൂടിയാണ് പെട്രോൾ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇഞ്ചിനിലേക്ക് എത്തുന്നത് ഈ എത്തനോളാണ് ഇഞ്ചിനിലേക്ക് എത്തുന്നത്. അതോടൊരു ഇഞ്ചിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെടുകയും ഇഞ്ചിനും പ്രവർത്തനരഹിതമാകുകയും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. 5-6 വർഷം പഴക്കമുള്ള വാഹനങ്ങളിലെല്ലാം ഈ പറഞ്ഞ വലിയ പെട്രോൾ വാഹനങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രേ പോലും പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ പെട്രോൾ എത്തനോളുമായി യോജിപ്പിച്ച് ഇന്ന വണ്ടികൾക്ക് ഉപയോഗിക്കാം, ഇന്ന വണ്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഗൈഡ് ലൈൻ പോലും ഇറക്കാതെ ഏതൊക്കെ വണ്ടികൾക്ക് എത്തനോൾ ഉപയോഗിക്കാം, ഏതൊക്കെ വണ്ടികൾ എത്തനോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ സൂപ്പർ പെട്രോൾ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ പെട്രോൾ പമ്പിൽ അറിയാം, ഏകദേശം 5 രൂപയോ 10 രൂപയൊക്കെ കൂടുതൽ കൊടുത്താൽ സൂപ്പർ പെട്രോൾ കിട്ടും. അതിനെന്താണ് പറയുക? അവർ സ്റ്റഡി നടത്തിയിട്ട് പറയുന്നത് ഇത്ര മൈലേജ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും എന്ന് പറയും. അത്ര പോലും ആരും നടത്തിയിട്ടില്ല. ഒരു പെട്രോൾ പിന്നെ എത്തനോൾ കലർത്താൻ തീരുമാനിച്ചത് ബ്രസീലാണെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ ഈ എത്തനോൾ ഉപയോഗിക്കാൻ ഒരു ചെറിയ ഭാഗം തുടങ്ങിയത് അവിടുത്തെ പട്ടാളക്കാരോട് ജോലിക്ക് പോകാൻ പറയുന്ന സ്ഥലമാണ്. കാരണം അവിടെ അത്രയ്ക്ക് പോലും പൈസയില്ല. അവരോട് പറയും നിങ്ങൾ പട്ടാളക്കാരെങ്കിലും ജോലിയെടുത്ത് നിങ്ങൾ ജീവിക്കാനുള്ള സംവിധാനം. അതുപോലെയാണ് ഇന്ത്യ അത് വിചാരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എവിടെയാണ് രാജ്യം പോയി എത്തി നിൽക്കുന്നതെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് ഇത് എല്ലാ പുതുപരീക്ഷണങ്ങളും ഈ രാജ്യത്തിന് ആവശ്യമാണ്, പുതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇതിനൊരു പഠനം വേണ്ടേ? ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ഏതൊക്കെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പം ഇവർ പറയുന്നത് കേട്ടിട്ട് വിചാരിക്കും ഇന്ത്യയിൽ ഓടുന്ന പെട്രോൾ വാഹനങ്ങൾക്ക് മുഴുവൻ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇന്നത്തെ പെട്രോൾ വാഹനങ്ങൾക്ക്, ഈ ഹൈബ്രിഡ് പെട്രോൾ വാഹനങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതറിയത്തില്ല, ജനങ്ങൾക്ക് അറിയത്തില്ല. ഏത് പെട്രോൾ പമ്പിൽ ചെന്നിട്ട് പിന്നെ എത്തനോളുള്ള പെട്രോളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയാണ് ജനങ്ങൾക്ക്. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഉപകാരമായിട്ട് താനും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ പറയുന്ന ഇത്രയും വലിയൊരു സംവിധാനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം കാർഷിക പ്രശ്നമാണ്. കാർഷിക പ്രശ്നത്തിനെ കുറിച്ചിട്ട് സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സർക്കാർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനവും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം കേരളത്തിലെ കാര്യങ്ങൾ തൊഴിലുറപ്പ് വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരുന്ന എന്താണ്? തൊഴിലുറപ്പാണ്. അതുവരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ്. അതിൽ വരെ പിന്നെ കഴിഞ്ഞ UPA സർക്കാർ കൊണ്ടുവന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി. കേരളം പൈസ കണ്ടെത്തണം. ഇനി തൊഴിലുറപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ പൈസ കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പം സാധാരണക്കാരെ ഡയറക്റ്റ് ബാധിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റയടിക്ക് എടുക്കുകയാണ്. അതിനൊന്നും ഒരു ന്യായീകരണമില്ല. ഏത് ന്യായീകരണമാണ് ഇതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റുക? ഒരു ന്യായീകരണം ഇല്ല എന്നുള്ള വാക്ക് പാലിക്കുക എന്ന് പറയുന്ന സാധനം നിഘണ്ടുവിലില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഒരു ഒരു കോർപ്പറേഷനാണല്ലോ BJP ഭരിക്കുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ, പ്രധാനപ്പെട്ട കോർപ്പറേഷൻ. നമ്മൾ ഇലക്ഷൻ്റെ സമയത്ത് കേട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ബ്ലൂ പ്രിൻ്റ് കൊണ്ടുവരും. തിരുവനന്തപുരത്തിനൊരു ബ്ലൂ പ്രിൻ്റ് കൊണ്ടുവന്നിട്ട് നരേന്ദ്രമോദിക്ക് സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോഴത്തേക്കും ബ്ലൂ പ്രിൻ്റ് കേരളത്തിൽ നടപ്പിലാക്കുന്നു. നിങ്ങൾ ഈ ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത് ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? BJP പറഞ്ഞ കാര്യമാണ് അല്ലേ? എത്ര നാളായി? 1 കൊല്ലമാകാൻ പോവാണ് അധികാരത്തിൽ വന്നിട്ട് അല്ലേ? ബ്ലൂ പ്രിൻ്റ് പോയിട്ട് ഒരു ബ്ലൂ പോലും കാണുന്നില്ല അവിടെ. അത് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അവിടെ ഒരു മാറ്റം നടന്നു. എന്താണെന്നറിയോ? അവിടെ ഹരിത കർമ്മസേന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹരിത കർമ്മസേനയുടെ യൂണിഫോം അതെന്തായിരുന്നു? അത് പച്ചയായിരുന്നു അല്ലേ? അതിപ്പോൾ മാറ്റിയിട്ട് എന്ത് ചെയ്തു? കാവി നിറത്തിലുള്ള ഒരു ജാക്കറ്റ് മേലെ കൂടെ കൊടുത്തു. കാവി നിറത്തിലുള്ള ജാക്കറ്റ്, തൊപ്പി അതിൻ്റെ മേലെ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് രാത്രി കാലങ്ങളിൽ കാണാൻ വേണ്ടിയിട്ടാണ് വാഹനങ്ങൾ വന്നത്. ഏത് രാത്രി കാലങ്ങളിൽ ആരാണ് ഹൈദരാബാദ് അവിടെ ക്ലീനിങ് ജോലി ചെയ്യുന്നത്? ആലോചിക്ക്. മാറ്റങ്ങൾ വരുന്നുണ്ട്. മാറ്റങ്ങൾ വരുന്നത് എന്താണ്? മാറ്റങ്ങൾ വരുന്നത് കാവി അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. മനസ്സിലായോ? നിങ്ങൾ ക്ഷേത്രങ്ങൾ പണിയാൻ തീരുമാനിക്കുന്നു, ക്ഷേത്രങ്ങൾ പണിയുന്നതോടുകൂടി അത് അടിച്ചു മാറ്റാൻ തീരുമാനിക്കുന്നു. മനസ്സിലായില്ല? ക്ഷേത്രങ്ങൾ പണിയുന്നത് നല്ലതാണ്. പ്രാണപ്രതിഷ്ഠ നടത്തുന്നു, അതുകൂടി എല്ലാ കാര്യങ്ങളും നടപ്പിലാകുന്നു. ഇന്ത്യയിൽ നല്ല പേരാകുന്നു, വലിയ ക്ഷേത്രം വരുന്നു. അത് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന വരുമാനവും നമുക്ക് സ്വന്തമാകുക എന്ന് തീരുമാനിക്കുകയാണ്. അതും കൂടി ആ കൂടെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്ത്യ
2026 തുടങ്ങി 2050 ഫോർകാസ്റ്റ് ചെയ്ത് പോകുന്നതിന് പകരം 2026 നിന്ന് 2000 ഫോർകാസ്റ്റ് ചെയ്ത് പോവുകയാണ്. 2000 എന്താണോ നടപ്പിലാക്കിയത് അത് എങ്ങനെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റും എന്ന് നോക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പം പണ്ട് ഇനിയിപ്പോൾ അവർ നോക്കുന്നത് എന്തായിരിക്കും, ഇനിയിപ്പോൾ പെട്രോൾ ഒഴിച്ചല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വണ്ടിയുണ്ടോ എന്ന് ആലോചിക്കുന്ന ലെവലിലേക്ക് മാറുകയാണ്. കാരണം ഇപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ. അപ്പം എത്തനോട് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് 20% പിന്നെ വെള്ളമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ കറണ്ടിൽ 800 കിലോമീറ്റർ 900 കിലോമീറ്റർ ഓടുന്ന വണ്ടികൾ ഇറങ്ങിക്കഴിഞ്ഞു. അല്ല, ബാറ്ററിയിൽ ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ അരമണിക്കൂർ ചാർജ് ചെയ്താൽ 900 കിലോമീറ്റർ ഓടുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. എത്ര ശതമാനം ടാക്സ് മേടിക്കുന്നത് ഇന്ത്യയിൽ? എത്ര ശതമാനം ടാക്സ് മേടിക്കുന്നത്? ഈ ക്രൂഡ് ഓയിലിൻ്റെ വില എത്ര കുറഞ്ഞു? ക്രൂഡ് ഓയിലിൻ്റെ യുദ്ധത്തിൻ്റെ സമയം കഴിഞ്ഞു. യുദ്ധത്തിന് കഴിഞ്ഞിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വില ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ വില കുറച്ചു. പക്ഷേ ഇന്ത്യയിൽ മാത്രം വില കുറയ്ക്കുന്നില്ല. എന്തുകൊണ്ടാണ് കുറയ്ക്കാത്തത്? ഇന്ത്യയിൽ വിലക്കയറ്റം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ സാധനങ്ങൾക്ക് വില കൂടാത്തതുകൊണ്ടാണ് കുറയ്ക്കുന്നില്ല. അപ്പം അത് ഇന്ത്യയിലെ പ്രത്യേകത എന്താ? ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രം അല്ലേ? ജനങ്ങളെ ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കുന്ന രാഷ്ട്രം. ഒരു വർഷം മുമ്പ് നമുക്ക് വളരെ വ്യക്തിപരമായിട്ടുണ്ടായിരുന്ന ഇന്ധന ചെലവും ഇപ്പോഴത്തെ ഇന്ധന ചെലവും തമ്മിൽ താരതമ്യം ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നാണ്. അത് പെട്രോൾ കമ്പനികൾക്ക് ലാഭമുണ്ട്. എല്ലാത്തിനും വില കൂടിയല്ലോ. എല്ലാത്തിനും കൂട്ടുന്നത് മാത്രം നമുക്കറിയാം. പക്ഷേ ഇവർക്ക് കുറയ്ക്കാൻ അറിയാം കേട്ടോ. ഇലക്ഷൻ വന്നോട്ടെ, ഇലക്ഷൻ വരുന്ന സമയത്ത് 35, 30 രൂപ 20 രൂപ ഒക്കെ കുറയ്ക്കാൻ ഒരു മടിയില്ല. അല്ലല്ല, പെട്രോളിന്റെ വില കൂടുന്നു എന്നുള്ളതല്ല, മൈലേജ് കുറയും. നമ്മളൊരു ഫുൾ ടാങ്ക് പെട്രോളോ ഡീസലോ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഓടാൻ കഴിയുന്ന ദിവസങ്ങളുടെ എണ്ണം ഒരു വർഷത്തേതും ഇപ്പോഴത്തേതും തമ്മിൽ താരതമ്യം ചെയ്താൽ മതി. വളരെ വ്യക്തിപരമായി താരതമ്യം ചെയ്താൽ മതി. അങ്ങനെയല്ല ഇപ്പോഴുണ്ടാകുന്നത്. നമുക്ക് ഒരു വർഷം മുമ്പുണ്ടായിരുന്ന ഇന്ധന ചെലവിന്റെ ഇരട്ടി ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് മൈലേജ് ഇല്ലാത്തതിന്റെ പേരിൽ. അപ്പോൾ നമ്മൾ കൂടുതൽ പെട്രോൾ കൺസ്യൂം ചെയ്യും, കൂടുതൽ ലാഭം ഉണ്ടാവും പെട്രോൾ കമ്പനികൾക്ക്. ഓക്കെ. Meet the editors.